പാലക്കാട് ചികിത്സാ പിഴവിനെ തുടർന്ന് 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചുമാറ്റിയ സംഭവത്തിൽ വീഴ്ച സമ്മതിച്ച് ജില്ലാ ആശുപത്രി. ചികിത്സാ പിഴവിൽ അന്വേഷണത്തിന് ഹാജരാകാൻ കുട്ടിയുടെ കുടുംബത്തിന് നോട്ടീസ്. സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘം ഇന്ന് വിനോദിനിയുടെ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തും. അന്വേഷണം നിലച്ചുവെന്ന് കുട്ടിയുടെ കുടുംബം ആരോപിച്ചതിന് പിന്നാലെയാണ് ഇടപെടൽ. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ പറയൂ. 9 വയസ്സുകാരിയുടെ കൈ ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം മുറിച്ചു മാറ്റിയ വാർത്ത അത് നമ്മൾ ജനം TV പുറത്തുവിട്ടതിന് പിന്നാലെ അതിൽ നിരവധി ഡെവലപ്മെന്റുകളാണ് ഉണ്ടായത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അതിൽ പിഴവ് ജില്ലാ ആശുപത്രി സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ഹാജരാവാൻ കുട്ടിയുടെ കുടുംബത്തിന് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ചികിത്സാ പിഴവെന്ന കത്തിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ജില്ലാ ആശുപത്രി അധികൃതർ. സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘം വിനോദിനിയുടെ കുടുംബത്തിന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തുമെന്നുള്ളതാണ്. ഇതിനായി DMO ഓഫീസിൽ എത്തണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ കത്തിലാണ് ജില്ലാ ആശുപത്രി അധികൃതർ പിഴവ് സമ്മതിക്കുന്നത്. 9 വയസ്സുകാരിയെ വിനോദിനിയുടെ കുടുംബത്തിന്റെ മൊഴി ഏതായാലും ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷം രേഖപ്പെടുത്തുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ കുടുംബം ഈ മൊഴി നൽകുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മൊഴി രേഖപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും സർക്കാർ നിയോഗിച്ച വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം കൂടുതൽ പരിശോധനയും നടത്തുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അന്വേഷണം നിലച്ചുവെന്ന് ഈ കുട്ടിയുടെ കുടുംബം നേരത്തെ പരാതി പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിദഗ്ധ സംഘം പാലക്കാട് എത്തി ഇവരുടെ മൊഴി രേഖപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള നടപടി ഉണ്ടായിരിക്കുന്നത്. ഏതായാലും നേരത്തെ ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിന്റെ വിദ്യാഭ്യാസ ചെലവ് സർക്കാർ വഹിക്കണമെന്നുള്ള ഒരു ആവശ്യം നമ്മൾ നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരുന്നു. അത് നെന്മാറ MLA നിലവിൽ ചികിത്സാ സഹായം ഒരു വർഷത്തെ നൽകുകയും ചെയ്തു. അതിനൊപ്പം വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുക്കുകയും ആ കുടുംബത്തിന് വേണ്ടി പല്ലശ്ശേന ഭാഗത്ത് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടിയുള്ള ഭൂമി കണ്ടെത്തി ആദ്യം നൽകും എന്ന് അദ്ദേഹം അറിയിക്കുകയുണ്ടായിട്ടുണ്ട്. മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഭാഗത്തു നിന്നൊക്കെ കുഞ്ഞിനെ കൃത്രിമ കൈവയ്ക്കുന്നതിന് വേണ്ടിയുള്ള സഹായം നൽകുമെന്ന് അറിയിക്കുകയും പിന്നീട് അതിന്റെ നടപടികളും ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ഏതായാലും ആ കുഞ്ഞിന്റെ ഈ ചികിത്സയും വിദ്യാഭ്യാസവും അതുപോലെ തന്നെ കൃത്രിമ കൈവയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ നടപടികൾ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ഉണ്ടാവേണ്ടത് ഈ കുറ്റക്കാരായ ഈ ആശുപത്രി അധികൃതർക്കെതിരെ നടപടി എടുക്കുക എന്നുള്ളതാണ്. നിലവിൽ ഏതായാലും ഈ മൊഴി രേഖപ്പെടുത്തി അത്തരം നടപടികൾ കൂടി ഉടൻ ഉണ്ടാവണമെന്നുള്ള ആവശ്യം ശക്തമാവുന്നുണ്ട്. ഏതായാലും ജില്ലാ ആശുപത്രി ഇപ്പോൾ നേരത്തെ പിഴവ് തങ്ങളുടെ ഭാഗത്തു നിന്നല്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഈ കുടുംബത്തിന് മൊഴി നൽകുന്നതിന് വേണ്ടി അറിയിച്ചു കൊണ്ട് നൽകിയിട്ടുള്ള കത്തിലാണ് ചികിത്സാ പിഴവ് സംബന്ധിച്ച കാര്യങ്ങൾ തുറന്നു സമ്മതിച്ചിരിക്കുന്നത്. ശരി, അരുൺ ആലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്.